നമസ്കാരം. പ്രധാന വാർത്തകൾ. കമ്പ്യൂട്ടർവൽക്കരണത്തെ ആദ്യഘട്ടത്തിൽ ചിലർ എതിർത്തതിന്റെ കെടുതി കേരളം ഇന്നും അനുഭവിക്കുകയാണെന്ന് വി.കെ. ശ്രീകണ്ഠൻ MP. സമരത്തിനായുള്ള സമരങ്ങൾ നാടിനെ പിറകോട്ടടിച്ചു. പാലക്കാട്ട് ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ ശില്പശാല. കുട്ടിക്കാലത്ത് ബസ് ക്ലീനറാകാൻ കൊതിച്ച താൻ പാലക്കാട്ടെത്തിയതോടെ കർഷകനാകാനുള്ള പുതിയ മോഹം സഫലീകരിക്കാനുള്ള പരിശ്രമത്തിലെന്ന് പാലക്കാട്ട് കർഷക ആദര ചടങ്ങിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ചരിത്രത്തെ തിരസ്കരിക്കുന്നവർ നാട് ഭരിക്കുന്ന കാലത്ത് വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം സജീവമെന്ന് CPM നേതാവ് MV ജയരാജൻ. KSTA പാലക്കാട് ജില്ലാ സമ്മേളനം കൂറ്റനാട് വാവന്നൂരിൽ. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവ മത്സര ഫലങ്ങളിൽ നടന്ന അട്ടിമറിക്ക് പിന്നിൽ UDF എന്നാരോപിച്ച് CPM രംഗത്ത്. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് CPM നേതാക്കൾ. ദേശീയ അധ്യാപക പരിഷത്ത് 46ാമത് പാലക്കാട് ജില്ലാ സമ്മേളനം പട്ടാമ്പിയിൽ നടന്നു. കേരളത്തിലെ ചന്തകളിലേക്ക് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കന്നുകാലികളെ തമിഴ്നാട് കർണാടക അതിർത്തിയിൽ ഗുണ്ടാ സംഘങ്ങൾ പിടിച്ചുവെക്കുന്നത് തടയാൻ നടപടി വേണമെന്ന് കേരള കാറ്റൽ മർച്ചന്റ്സ് അസോസിയേഷൻ. കന്നുകാലികളെ വിട്ടുകിട്ടാൻ ഗുണ്ടകൾക്ക് വൻ തുക നൽകേണ്ട അവസ്ഥ. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നും ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് കുഴൽമന്ദത്ത് കന്നുകാലി വ്യാപാരികളുടെ പ്രതിഷേധം. ഷൊർണൂർ നഗരസഭയിലെ കുളപ്പുള്ളി മേഖലയിൽ മഞ്ഞപ്പിത്തം ഉൾപ്പെടെ പകർച്ചവ്യാധികൾ പടരുമ്പോഴും അധികൃതർ കാര്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് പരാതി. അധികാരികളുടെ നിസ്സംഗത കുറ്റകരമെന്ന BJP. മഞ്ഞപ്പിത്തം ബാധിച്ച് വിദ്യാർത്ഥിനി മരിച്ചിട്ടുപോലും കാര്യമായ ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് BJP നേതാക്കൾ. തൃശൂർ പുന്നയൂർക്കുളം ചെമ്മന്നൂരിലെ ക്ഷേത്രത്തിൽ മോഷണം. 5 ഭണ്ഡാരങ്ങൾ തകർത്ത പണം കവർന്നു. പാലിയേക്കര ടോൾ പ്ലാസയിൽ ഫാസ്ടാഗിൽ പണമില്ലാത്തതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ജീവനക്കാരന് മർദ്ദനം. ഇടവേളയ്ക്ക് ശേഷം ചെറുതുരുത്തിയിൽ പോലീസിന്റെ മണൽവേട്ട. മണൽ കയറ്റിയ ലോറിയും ഒരു ബൈക്കും പിടിച്ചെടുത്തു. ഷൊർണൂരിൽ കാർ കവർച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കേസിൽ പിടിയിലായവരുടെ എണ്ണം 4 ആയി. മങ്കര കണ്ണങ്കടവ് തടയണയ്ക്ക് ഇനിയും ഷട്ടർ സ്ഥാപിച്ചില്ല. പുഴവെള്ളം പാഴാകുന്നത് പ്രദേശത്ത് ആശങ്ക പരത്തുന്നു. ഷട്ടർ സ്ഥാപിക്കാൻ ഫണ്ടില്ലെന്ന് ഇറിഗേഷൻ വകുപ്പ്. ജലം പാഴാകുന്നത് തടയാൻ നടപടിയുണ്ടായില്ലെങ്കിൽ മേഖലയിൽ വരൾച്ചാ പ്രതിസന്ധി രൂക്ഷമാകുമെന്ന് കർഷകർ. പട്ടാമ്പി കിഴായൂരിൽ ബാങ്കിന്റെ ജപ്തി നടപടിക്കിടെ വീട്ടമ്മ തീകൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. ഷൊർണൂർ സഹകരണ അർബൻ ബാങ്ക് പട്ടാമ്പി ശാഖയിലേക്ക് കോൺഗ്രസ് മാറും. വീട്ടമ്മയുടെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി വേണമെന്ന് കോൺഗ്രസ് നേതാക്കൾ. വാർത്തകൾ വിശദമായി. കമ്പ്യൂട്ടർവൽക്കരണത്തെ ആദ്യഘട്ടത്തിൽ ചിലർ എതിർത്തതിന്റെ കെടുതി കേരളം ഇന്നും അനുഭവിക്കുകയാണെന്ന് വി.കെ. ശ്രീകണ്ഠൻ MP. സമരത്തിനായുള്ള സമരങ്ങൾ കേരളത്തെ പിറകോട്ടടിച്ചെന്നും MP പറഞ്ഞു. പാലക്കാട്ട് ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി.കെ. ശ്രീകണ്ഠൻ MP. വികസനം മുതലാളിത്ത താൽപ്പര്യമാണെന്ന ചിന്താഗതിയാണ് കേരളത്തിൽ അനാവശ്യ സമരങ്ങൾക്ക് വഴിവെച്ചത്. ഭാവിയെ മുൻകൂട്ടി കണ്ട് IT കൈകാര്യം ചെയ്ത സംസ്ഥാനങ്ങൾ കേരളത്തെക്കാൾ ഏറെ മുന്നിലാണെന്ന് വി.കെ. ശ്രീകണ്ഠൻ MP ചൂണ്ടിക്കാട്ടി. കമ്പ്യൂട്ടറിനെയും വിമാനത്താവളങ്ങളെയുമൊക്കെ എതിർത്തവർ കേരളത്തിന്റെ വികസന സാധ്യതകൾ ഇല്ലാതാക്കിയവരാണ്. വികസനത്തിൽ രാഷ്ട്രീയം പാടില്ലെന്ന പാഠമാണ് പൊതുസംഘടനകൾ തിരിച്ചറിയേണ്ടത്. വികസനം അസംഘടിത മേഖലയെ കൂടി ചേർത്തുപിടിക്കുന്നതാകണമെന്നും വി.കെ. ശ്രീകണ്ഠൻ MP പറഞ്ഞു. അപ്പോൾ ഒരു കാലഘട്ടം മുഴുവൻ ഈ വിസ്മൃതിയിലാക്കി ഇരുട്ടിലേക്ക് തള്ളിവിട്ട് ആ ജനതയോട് ഇവർ തിരുത്തുമ്പോഴേക്കും വർഷം എത്ര കഴിയും, എത്ര കാലഘട്ടം കഴിയും? അപ്പോഴേക്കും ആ കാലഘട്ടത്തിൽ വളരേണ്ട, വികസിക്കേണ്ട ഒരുപാട് തലമുറകൾ അവരുടെ ഭാവി അവതാളത്തിലാക്കി. അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഇപ്പോഴും ആ സങ്കുചിത മനസ്സ് വെച്ചുകൊണ്ടാണ്. നമുക്കറിയാം, രാജ്യത്ത് മുഴുവൻ എല്ലാ സ്റ്റേറ്റിലും കോമൺ സർവീസ് സെൻ്റർ ഉണ്ട്. നിയമാനുസൃതം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ നിങ്ങൾക്ക് സർക്കാരിന് ഒരു പൈസ കൊടുക്കാൻ പറ്റിയിട്ടില്ല, ഒരു ജോലി കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഡിഗ്രിയും PGയും ഉയർന്ന ബിരുദങ്ങളും ഒക്കെ നേടി അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അവസാനം കിട്ടിയ ആശ്രയമാണ് കോമൺ സർവീസ് സെൻ്റർ തുടങ്ങുക എന്നുള്ളത്. അതിൻ്റെയും കടക്കിൽ കത്തി വെക്കുക എന്ന് വെച്ചാൽ ഒരു കാരണവശാലും അനുവദിക്കരുത്. നിയമപരമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് നിയമം ഈ രാജ്യത്തെ എല്ലാവർക്കുമുള്ള നിയമം തന്നെയാണ്.
ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് റുയേഷ് കോഴിശ്ശേരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മജീദ് മൈബ്രദർ, ട്രഷറർ നദർഷൻ ആലുങ്കൽ, ഹരിപ്രസാദ് മണ്ണാർക്കാട്, ദിനേശൻ മൂലക്കണ്ടം, കലാം നൊച്ചയിൽ, സുനിൽ പാലക്കാട്, ജോബിൻസ് ജോർജ് എന്നിവർ പ്രസംഗിച്ചു. മാറുന്ന IT, സർക്കാർ ഓൺലൈൻ സേവനങ്ങൾ, പൊതുജന ആവശ്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു ശില്പശാല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചരിത്രത്തെ തിരസ്കരിക്കുന്നവർ നാട് ഭരിക്കുന്ന കാലത്ത് വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് മുൻ MLA MV ജയരാജൻ. KSTA പാലക്കാട് ജില്ലാ സമ്മേളനം കൂറ്റനാട് വാവന്നൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MV ജയരാജൻ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക, നവകേരളത്തിനായി അണിചേരുക എന്ന മുദ്രാവാക്യമുയർത്തി 2 ദിവസങ്ങളിലായാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ 34ാമത് ജില്ലാ സമ്മേളനം. വാവന്നൂർ ഗാമിയോട് നടന്ന പ്രതിനിധി സമ്മേളനം മുൻ MLA MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ചരിത്രത്തെ തിരസ്കരിക്കുന്നവർ നാട് ഭരിക്കുന്ന കാലമാണിതെന്നും വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം നടക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ജനാധിപത്യപരവും മതനിരപേക്ഷവുമായ ഒരു സമൂഹം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അണിനിരക്കുകയും ചെയ്യുന്ന ഒരു അധ്യാപക പ്രസ്ഥാനമാണ്. വിദ്യ സർവ്വധനാൽ പ്രധാനമാണ്. നേരത്തെ കേരളത്തിൽ വിദ്യ ഒരു അവകാശമായിരുന്നില്ല. സമ്പന്നന്മാരുടെയും സവർണന്മാരുടെയും മാത്രം അവകാശമായിരുന്നു വിദ്യ എന്ന് പറയുന്നത്. ചെറുകാട് അവാർഡ് ദാനവും മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ബീന R ചന്ദ്രനുള്ള അനുമോദനവും ചടങ്ങിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് കെജില അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി K ബദറുന്നീസ, SSTO ജില്ലാ ജനറൽ സെക്രട്ടറി K മഹേഷ്, സംഘാടക സമിതി ചെയർമാൻ TP മുഹമ്മദ് മാസ്റ്റർ, V ഗിരീഷ്, സ്മിജ, MR മഹേഷ് കുമാർ, G പ്രദീപ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കുട്ടിക്കാലത്ത് ബസ് ക്ലീനറാകാൻ കൊതിച്ച താൻ പാലക്കാട്ടെത്തിയതോടെ കർഷകനാകാനുള്ള മോഹം സഫലീകരിക്കാനുള്ള ശ്രമത്തിലാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. പാലക്കാട്ട് സമഗ്ര വെൽനസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി, ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ, എൻവയോൺമെൻറ്റ് മൂവ്മെൻറ്റ് എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച കർഷകാദരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട്ട് വന്നപ്പോഴാണ് കർഷകരെയും കൃഷിയെയും അടുത്തറിഞ്ഞത്. കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ കർഷകരെ കൃഷിയിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിതരാക്കുന്നുണ്ട്. കർഷകരില്ലെങ്കിൽ കേരളമില്ല. ഏത് പ്രതിസന്ധിയെയും ഒറ്റക്കെട്ടായി നാം തരണം ചെയ്യുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പറഞ്ഞു. പുതിയ തലമുറ പ്രൊഫഷണൽസ് ആവുമ്പോൾ കൃഷി ചെയ്യാൻ ആളില്ലാത്ത സാഹചര്യമുണ്ട്. ഇത് ജനങ്ങളുടെ അന്നം മുട്ടിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികളെ കൃഷി ചെയ്യാൻ പഠിപ്പിക്കണം. പാട്ടത്തിന് സ്ഥലമെടുത്ത് കൃഷി ഇറക്കാനുള്ള ശ്രമത്തിലാണെന്നും MLA പറഞ്ഞു. രക്ഷകർത്താക്കൾക്കിടയിൽ ആരോഗ്യകരമായ ഒരു മത്സരം നടക്കുന്ന സമയത്ത് കുറേയേറെ ആളുകളെ കർഷകരാക്കുവാൻ വേണ്ടി കൂടി നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തെ പ്രത്യേകമായി ഈ നാടിന് വേണ്ടി അഭിവാദ്യം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കുട്ടികളോട് ഞാൻ സ്കൂളിൽ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താകാനാണ് ഇഷ്ടം ചോദിക്കാറ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റേജൊക്കെ പോയിട്ടാണ് നമുക്ക് ഒരുപാട് കാലത്ത് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളൊന്ന് ഈ ബസ്സിലെ കിളിയാകുന്നതാണ്. ബസ്സിലെ ഡോറൊക്കെ തുറന്നിട്ട് എടുത്തിരിക്കുന്ന ആളാകുന്നത്. സമഗ്ര വെൽനസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് MJ സണ്ണി അധ്യക്ഷത വഹിച്ചു. HRPEM സംസ്ഥാന പ്രസിഡന്റ് AT മഹേഷ്, P കൃഷ്ണൻ, ഡോക്ടർ ഫിറോസ് ഖാൻ, സുഗീത, മിനി ജോർജ്, ശിവശങ്കരൻ, രവീന്ദ്രനാഥൻ എന്നിവർ പ്രസംഗിച്ചു. കുട്ടികർഷകരെയും മറ്റ് കർഷകരെയും മൊമന്റോയും മെഡലും നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആദരിച്ചു. HRPEM നാഷണൽ ചെയർമാൻ ജോർജ് സിറേഖ് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 46ാമത് NTU പാലക്കാട് ജില്ലാ സമ്മേളനം പട്ടാമ്പിയിൽ നടന്നു. 2 ദിവസങ്ങളിലായി നടന്ന സമ്മേളനം മുൻ DGP ഡോക്ടർ ജേക്കബ് തോമസ് IPS ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായാണ് പട്ടാമ്പിയിൽ ദേശീയ അധ്യാപക പരിഷത്ത് 46ാമത് പാലക്കാട് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത്. വെള്ളിയാഴ്ച വൈകുന്നേരം നടന്ന പ്രതിനിധി സമ്മേളനം മുൻ DGP ഡോക്ടർ ജേക്കബ് തോമസ് IPS ഉദ്ഘാടനം ചെയ്തു. മേലെ പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയത്തിലെ KT ജയകൃഷ്ണൻ മാസ്റ്റർ നഗറിലായിരുന്നു സമ്മേളനം. നമ്മുടെ കുട്ടികൾക്ക് ഈ നമ്മുടെ സംസ്കാരത്തിൽ
സംസ്കാരത്തെ തേടാനും അന്വേഷിക്കാനും അതിനുള്ള അറിവുകൾ സ്വായത്തമാക്കി നല്ല വ്യക്തിത്വങ്ങളായിട്ട് നമ്മുടെ രാഷ്ട്രം മുന്നോട്ടാകാൻ വേണ്ടി ഉള്ള ഒരു അനുഭവം അവർക്ക് നൽകുക എന്നുള്ള ഒരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. എന്നാൽ മാത്രമേ നമ്മുടെ കേരളത്തിലെ ദുഷ്പ്രവണതകൾ അതുപോലെ ഈ വിദ്യാഭ്യാസത്തിൽ നിൽക്കുന്ന നേട്ടങ്ങൾ നമ്മുടെ സമൂഹത്തിന് NTU സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി അനൂപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് PA കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്, NTU ജില്ലാ ജനറൽ സെക്രട്ടറി ഗിരീഷ് ഗോപിനാഥ്, KP ബാബുരാജ്, റോസ് ചന്ദ്രൻ, MK ഗണേശ് എന്നിവർ പങ്കെടുത്തു. വിദ്യാഭ്യാസ സമ്മേളനം, സംഘടനാ സമ്മേളനം എന്നിവയുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ നഗരസഭാ പ്രദേശത്ത് മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നു. കുളപ്പുള്ളി മേഖലയിലാണ് നിരവധി പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മാസം മഞ്ഞപ്പിത്തം ബാധിച്ച് നഗരസഭാ കൗൺസിലറുടെ മകൾ മരണപ്പെട്ടിരുന്നു. മഞ്ഞപ്പിത്തത്തിനു പുറമെ ഛർദി, വയറിളക്കം തുടങ്ങിയ രോഗങ്ങളും മേഖലയിൽ ആശങ്ക പരത്തുന്നുണ്ടെന്നും എന്നിട്ടും ആരോഗ്യവകുപ്പ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും BJP ആരോപിച്ചു. കുളപ്പുള്ളി മേഖലയിൽ മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പെരുകുമ്പോഴും അധികാരികൾ തികഞ്ഞ അനാസ്ഥയാണ് പാലിക്കുന്നതെന്ന് BJP ആരോപിക്കുന്നു. കഴിഞ്ഞ മാസം മഞ്ഞപ്പിത്തം ബാധിച്ച് ഷൊർണൂർ നഗരസഭാ കൗൺസിലറുടെ മകൾ മരണപ്പെട്ടിരുന്നു. ഇവരുടെ വീട്ടിൽ താമസിച്ചു വരുന്ന ബന്ധുവായ പെൺകുട്ടിക്ക് മഞ്ഞപ്പിത്തം ബാധിച്ച് അമൃത ആശുപത്രിയിൽ ചികിത്സയിലാണ്. കല്ലിപ്പാടം 7-ാം വാർഡിൽ 9 കുട്ടികൾക്ക് വയറിളക്കവും ഛർദിയും പിടിപെട്ട് ചികിത്സയിലാണ്. ഇതേ വാർഡിലെ മറ്റൊരു വ്യക്തിക്ക് മഞ്ഞപ്പിത്തത്തെ തുടർന്ന് കരൾ വീക്കം ബാധിച്ച് ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നും BJP നേതാക്കൾ പറഞ്ഞു. നിരവധി പേർക്ക് മഞ്ഞപ്പിത്തം പിടിപെട്ടിട്ടും അവയൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് സർക്കാർ ആശുപത്രി മെഡിക്കൽ ഓഫീസറുടെ വിശദീകരണമെന്ന് BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടി. നിരവധി ആളുകൾ സമാനമായിട്ടുള്ള അസുഖമായി മഞ്ഞപ്പിത്തം ബാധിച്ച് ഷൊർണൂർ നഗരസഭാ പ്രദേശത്ത് നിരവധി ആളുകൾ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇവിടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, ഇതിന് ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ ഓഫീസർ ആശുപത്രി, ഗവൺമെൻറ് ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇതുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിന് ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം ബാധിച്ച യാതൊരു വിധ റിപ്പോർട്ടുകളും ലഭിച്ചിട്ടില്ല എന്ന് പറയുകയും ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ അനന്യ എന്ന മരണപ്പെട്ട വ്യക്തി, ആ കുട്ടിയുടെ ഡെത്ത് സമ്മറി ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ കുട്ടി എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന് പോലും അറിയില്ല എന്ന രീതിയിലാണ് മെഡിക്കൽ ഓഫീസർ പറഞ്ഞത്. ഇവിടെ തികച്ചും നിരുത്തരപരമായിട്ടുള്ള അത്തരത്തിലുള്ള സമീപനമാണ് മെഡിക്കൽ ഓഫീസർ ഭാഗത്തുണ്ടായിട്ടുള്ളത്. പകർച്ചവ്യാധികൾ പടരുമ്പോഴും കാരണം കണ്ടെത്താനോ പരിഹാരമാർഗം തേടാനോ ആരോഗ്യ വിഭാഗം ശ്രമിച്ചിട്ടില്ല. ആരോഗ്യ വിഭാഗത്തിന് ആവശ്യമായ നിർദ്ദേശം നൽകാൻ നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ള അധികാരികൾ മുൻകൈയെടുക്കുന്നില്ലെന്നും BJP ഷൊർണൂർ മണ്ഡലം സെക്രട്ടറി K പ്രസാദ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നഗരസഭാ ഭരണസമിതി ഇതൊരു നഗരത്തിന് ഷൊർണൂറുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വിഷയമായതുകൊണ്ട് ഇതിനെ പരിശോധിച്ച് നടപടിയെടുക്കേണ്ട നഗരസഭാ അധികൃതർ ഇതിനെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് അവരിപ്പോൾ ശുചിത്വമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ റാങ്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഷൊർണൂർ നഗരസഭയ്ക്ക് 1-ാം റാങ്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് ഓരോ പരിപാടികൾ വെച്ചുകൊണ്ട് അവർ അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള വൈറസ് ബാധയെ അല്ലെങ്കിൽ രോഗബാധയെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സമീപനമാണുള്ളത്. നഗരസഭാ പ്രദേശത്ത് പകർച്ചവ്യാധികളുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യ പരിശോധന കാര്യക്ഷമമാക്കണമെന്ന് BJP കുളപ്പുള്ളി ഏരിയ പ്രസിഡന്റ് MK വിപിൻനാഥ് ആവശ്യപ്പെട്ടു. ഷൊർണൂർ നഗരസഭാ സെക്രട്ടറി, മെഡിക്കൽ ഓഫീസർ എന്നിവർക്ക് പരാതി നൽകിയതായും BJP നേതാക്കൾ അറിയിച്ചു. മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സിനി മനോജ്, BJP മണ്ഡലം വൈസ് പ്രസിഡന്റ് ലേഖ രമേശ്, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് KR അശ്വതി, BJP മണ്ഡലം സെക്രട്ടറി ഗീതാകുമാരി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവ ഫലങ്ങളിൽ നടന്ന അട്ടിമറിക്ക് ഉത്തരവാദി UDF-ഉം കോൺഗ്രസുമെന്ന് CPM. സംഭവത്തിൽ സാമ്പത്തിക നേട്ടമുണ്ടായോ എന്ന് അന്വേഷിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധ സമരത്തിനൊരുങ്ങുകയാണ് CPM. വിളയൂർ എടപ്പലം PTAY ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിൽ മത്സരാർത്ഥികളുടെ ഫലം തിരുത്തി അട്ടിമറി നടത്തിയ സംഭവത്തിൽ ആരോപണങ്ങളുമായി CPM വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റിയാണ് രംഗത്തെത്തിയത്. മത്സരാർത്ഥികളുടെ ഫലത്തിൽ അട്ടിമറി നടത്തിയതിന്റെ ഉത്തരവാദിത്തം പ്രോഗ്രാം കമ്മിറ്റിക്ക്
നേതൃത്വം നൽകിയ UDF-നും കോൺഗ്രസിനുമാണെന്ന് CPM നേതാക്കൾ ആരോപിച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് എടപ്പലം സ്കൂൾ പരിസരത്ത് പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് CPM. അതിൻ്റെ പിറകിൽ അതിന് പ്രോഗ്രാം കമ്മിറ്റിയാണ്. പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ വെളയൂരിൽ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവാണ്. പ്രോഗ്രാം കമ്മിറ്റി കോൺഗ്രസ് UDF അനുകൂല അധ്യാപക സംഘടനയാണ്. ആ സംഘടനയുടെ ആളുകൾ ചേർന്നുകൊണ്ടാണ് ഈ അട്ടിമറി സംഘടിപ്പിച്ചത്. ഇതിൽ നടുവട്ടം ജനതാ ഹൈസ്കൂളിന് ആണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ലഭിക്കേണ്ടത്. പക്ഷേ ഈ പോയിന്റുകളിൽ കൃത്രിമം നടത്തി അത് എടപ്പലം ഹൈസ്കൂളിന് മാറ്റി. ഇത് പിന്നീട് കണ്ടെത്തുകയും തിരിച്ചറിയുകയും ചെയ്തു. ഇന്നലെ കപ്പ് എടപ്പലം സ്കൂള് നടുവട്ടം സ്കൂളിന് തിരിച്ചേൽപ്പിച്ചു. ഇത് ചെറിയ രൂപത്തിലുള്ള ചർച്ചയല്ല നാട്ടിലുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ആ നാടിനാകെ ആ സ്കൂളിനും അവിടുത്തെ അധ്യാപകർക്കും ഒക്കെ ചീത്തപ്പേരാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത്. നല്ല രീതിയിൽ നടന്ന കലോത്സവത്തിൽ ഇത്തരം അട്ടിമറി നടത്തി സർക്കാരിനെയും സ്കൂളിനെയും നാടിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നതെന്നും ഇവർ ആരോപിച്ചു. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. വിളയൂർ ഗ്രാമപഞ്ചായത്തും ഞങ്ങളെ നാടും ഒറ്റക്കെട്ടായിട്ട് ഏറ്റെടുത്തൊരു പരിപാടിയാണിത്. പക്ഷേ അതിലുള്ള കുറച്ചാളുകൾ, നമ്മളെല്ലാവരും പറയണില്ല, പക്ഷെ കുറച്ചാളുകൾ വളരെ മോശമായ രീതിയിൽ കുട്ടികളുടെ ഭാവി, അവർ രക്ഷിതാക്കളുടെ ആ മനസ്സിലെ ആഗ്രഹങ്ങൾ ഇതൊന്നും കാണാതെ ചില നിക്ഷിപ്ത താല്പര്യപ്രകാരം നടപ്പാക്കിയ ഇത്തരം വൃത്തികെട്ട പരിപാടികൾ ഇനി ആവർത്തിക്കാൻ പാടില്ല. അവർ നമ്മളെന്തായാലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അവർക്ക് തക്കതായ ശിക്ഷയും കൊടുക്കണം. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഈ വളർന്നു വരുന്ന കുട്ടികളുടെ മാനസിക നിലനെ ആകെ തെറ്റിക്കുന്ന രീതിയിലുള്ള, കാരണം അവർ ഫസ്റ്റ് കിട്ടും സെക്കൻഡ് കിട്ടും, ഇതൊരു കുറച്ചാളുകളുടെ താല്പര്യം, ഇതെന്തായാലും അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയില്ല. ഇപ്പോൾ നടക്കുന്ന ഇത്തരം പ്രവണതകൾ നാടിനാകെ, ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിനും സർക്കാരിനും നാടിനാകെ നാണക്കേടാക്കുന്ന കുറച്ചാളുകളുടെ ഈ പ്രവൃത്തി എന്തായാലും വളരെ മോശമായി എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബോധപൂർവമായ അട്ടിമറിയിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടോ എന്നും സംശയിക്കുന്നതായി CPM നേതാക്കൾ പറഞ്ഞു. CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി T. ഗോപാലകൃഷ്ണൻ, MK ബേബി ഗിരിജ, KP നൌഫൽ, KV ഗംഗാധരൻ, മണികണ്ഠൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ പുന്നയൂർകുളം ചെമ്മന്നൂരിൽ ക്ഷേത്രത്തിൽ മോഷണം. ചെമ്മന്നൂർ മാഞ്ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിലാണ് കവർച്ച നടന്നത്. ക്ഷേത്രത്തിൽ 5ഓളം ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന നിലയിലാണ്. രാവിലെ ക്ഷേത്രം മേൽശാന്തി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. പ്രധാന ക്ഷേത്ര കവാടത്തിലെ ഭണ്ഡാരവും സർപ്പക്കാവിലെ 2 ഭണ്ഡാരങ്ങളും ഓഫീസിനോട് ചേർന്നുള്ള അന്നദാന സംഭാവന ഭണ്ഡാരവുമാണ് പൊളിച്ചിട്ടുള്ളത്. ക്ഷേത്രം ഭാരവാഹികൾ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രദേശത്തെ CCTV ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പൊങ്കാലയുടെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇന്നലെ ഒരു അനിഷ്ട സംഭവം ഉണ്ടായി. ക്ഷേത്രത്തിലെ 5 ഭണ്ഡാരങ്ങൾ പൊളിച്ച് നാശനഷ്ടം വരുത്തിയിരിക്കുന്നു. പൈസ എത്ര നഷ്ടപ്പെട്ടെന്ന് പറയാനാവില്ല. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് വന്നിരുന്നു. തുടർന്നുള്ള അന്വേഷണങ്ങൾ ഏറ്റവും ദ്രുതഗതിയിലാക്കി ഈ സംഭവത്തിൽ ഉൾപ്പെട്ടവരെ കണ്ടെത്താമെന്ന് കമ്മിറ്റി അപേക്ഷിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒരിടവേളയ്ക്ക് ശേഷം ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീണ്ടും മണൽ വേട്ട. മണൽ കയറ്റിയ ലോറിയും ഒരു ബൈക്കും ചെറുതുരുത്തി പോലീസ് പിടിച്ചെടുത്തു. ചെറുതുരുത്തി പോലീസ് SI നിഖിലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രഹസ്യവിവരത്തെ തുടർന്ന് പരിശോധന നടത്തിയത്. പരിശോധനയിൽ 30 ചാക്ക് മണൽ കയറ്റിയ മിനി പിക്കപ്പ് വാനും ഒരു ബൈക്കും പിടിച്ചെടുത്തു. പോലീസ് വരുന്നുണ്ടെന്ന വിവരമറിഞ്ഞ് പ്രതികൾ വാഹനം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഓടി രക്ഷപ്പെട്ട 3 പ്രതികൾക്കായി അന്വേഷണം നടക്കുകയാണ്. സിവിൽ പോലീസ് ഓഫീസർ V. വിനീത്, നിതീഷ്, ഹോംഗാർഡ് നാരായണൻ എന്നിവരാണ് SI നിഖിലിനോടൊപ്പം പരിശോധനയിൽ ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാലിയേക്കര ടോൾ പ്ലാസയിൽ ജീവനക്കാരന് മർദ്ദനം. ഫാസ്ടാഗിൽ പണമില്ലാത്തതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് മർദ്ദനമേറ്റത്. ടോൾ പ്ലാസ ജീവനക്കാരനായ ഡേവിഡിനാണ് മർദ്ദനമേറ്റത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. പരിക്കേറ്റ ജീവനക്കാരനെ മറ്റ് ജീവനക്കാർ ചേർന്ന് പുതുക്കാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ,
തൃശൂർ. അഡ്വാൻസ് നൽകി കാർ തട്ടിയെടുത്ത് ബാക്കി പണം നൽകാതെ ഉടമയെ കബളിപ്പിച്ചെന്ന കേസിൽ ഒരാൾ കൂടി ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. തിരുമിറ്റക്കോട് കറുകപ്പുത്തൂർ നാലകത്ത് വീട്ടിൽ 38 വയസ്സുള്ള ഹസൈനാരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 4 വാണിയംകുളം പാവുക്കോണം സ്വദേശിയുടെ പരാതിയിലാണ് അറസ്റ്റ്. 2023 ഫെബ്രുവരി 6 കേസിനാസ്പദമായ സംഭവം. ഷൊർണൂരിൽ വെച്ച 35,000 രൂപ അഡ്വാൻസ് നൽകി പ്രതികൾ വാഹനം കൊണ്ടുപോവുകയായിരുന്നു. ബാക്കി പണം നൽകുകയോ വാഹനം തിരികെ ഏൽപ്പിക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ ഉടമ പരാതിയുമായി ഒറ്റപ്പാലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു. കോടതി നിർദ്ദേശപ്രകാരമാണ് ഷൊർണൂർ പോലീസ് കേസെടുത്തത്. ഇതിനു പിന്നാലെ നടന്ന അന്വേഷണത്തിലാണ് 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കേസ് ഒതുക്കി തീർക്കാനായി പ്രതികളിൽ നിന്ന് 25,000 രൂപ വാങ്ങിയെന്ന കേസിൽ ചെറുതുരുത്തി സ്വദേശിയായ യുവാവും പിടിയിലായി. കാർ കോയമ്പത്തൂരിലേക്ക് മറച്ചുവിറ്റത് ഹസൈനാറാണെന്ന് പോലീസ് പറഞ്ഞു. കാർ പൊളിച്ചുവിറ്റെന്നാണ് കരുതുന്നത്. ഇയാളുടെ പേരിൽ വയനാട് ജില്ലയിൽ കേസുകളുണ്ട്. ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി കിഴായൂരിൽ ബാങ്കിന്റെ ജപ്തി നടപടിക്കിടെ വീട്ടമ്മ തീ കൊളുത്തി ആത്മഹത്യ ചെയ്യാനിടയായ സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. യുവതിയുടെ മരണത്തിന് കാരണക്കാരായ ഷൊർണൂർ അർബൻ സഹകരണ ബാങ്ക് അധികൃതർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ബാങ്കിന്റെ പട്ടാമ്പി ശാഖയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പി കെ ഉണ്ണികൃഷ്ണൻ, എ പി രാമദാസ്, അഡ്വക്കേറ്റ് രാമദാസ്, ഉമ്മർ കിഴായൂർ, കെ ബഷീർ, പി രൂപേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മങ്കര കണ്ണങ്കടവ് തടയണയിൽ ഷട്ടറില്ലാത്തതിനാൽ പുഴയിലെ വെള്ളം പാഴാകുന്നു. ഷട്ടർ നിർമ്മാണം വൈകുന്നത് ഫണ്ടില്ലാത്തതുകൊണ്ടാണെന്നാണ് ഇറിഗേഷൻ വകുപ്പിന്റെ വിശദീകരണം. യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി വേണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. മങ്കര റെയിൽവേ സ്റ്റേഷനു സമീപം ഭാരതപ്പുഴ കണ്ണങ്കടവ് തടയണയിലാണ് ഷട്ടറില്ലാത്തതിനാൽ വെള്ളം വ്യാപകമായി ഒഴുകിപ്പോകുന്നത്. 2 വർഷം മുൻപ് കർഷകരുടെ സഹകരണത്തോടെ മരപ്പലക ഉപയോഗിച്ച് ഷട്ടർ സ്ഥാപിച്ചെങ്കിലും പ്രളയത്തിൽ അവ കുത്തിയൊലിച്ചുപോയി. പിന്നീട് ഇന്നേ വരെ ഷട്ടർ സ്ഥാപിച്ചിട്ടില്ല. കഴിഞ്ഞ വേനലിൽ പുഴയിൽ വെള്ളം വറ്റിയതോടെ സമീപത്തെ കിണറുകളിലും കുളങ്ങളിലും നെൽപ്പാടത്തും ജലക്ഷാമം രൂക്ഷമായി അനുഭവപ്പെട്ടിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് ഇറിഗേഷൻ അധികൃതർ സ്ഥലത്തെത്തി ഷട്ടർ സ്ഥാപിക്കാനായി അളന്ന് പരിശോധന നടത്തി പോയതല്ലാതെ പിന്നെ ഇന്നേ വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന പരാതിയും നിലനിൽക്കുന്നു. ലക്ഷങ്ങൾ മുടക്കി തടയണ കെട്ടാമെന്നിരിക്കെ അതിൽ ഷട്ടർ നിർമ്മിക്കാൻ ഫണ്ടില്ലെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. 1 മാസത്തിനകം ഷട്ടർ സ്ഥാപിച്ചില്ലെങ്കിൽ പുഴയിലെ വെള്ളം പൂർണ്ണമായും വറ്റും. ഇതേ തുടർന്ന് മേഖലയിൽ ജലക്ഷാമവും ഉണ്ടാകും. യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. എന്നാൽ തടയണയ്ക്ക് ഷട്ടർ സ്ഥാപിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി നടപടിയെടുത്തിട്ടുണ്ടെന്നും ഘട്ടം ഘട്ടമായി പൂർത്തിയാക്കുമെന്നും കർഷകനും പാടശേഖര സമിതി ഭാരവാഹിയുമായ രമേശ് പറഞ്ഞു. അതിനായി ഇന്ന് എസ്റ്റിമേറ്റ് തയ്യാറാക്കുമെന്നും രമേശ് അറിയിച്ചു. ഷട്ടർ നിർമ്മിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് താൽക്കാലികമായിട്ട് കുറച്ച് ഫണ്ട് അനുവദിച്ചു തരാമെന്ന് പ്രസിഡന്റ് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇപ്രാവശ്യം ഈ ഷട്ടർ നിർമ്മിക്കാനുള്ള അതിനുവേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കുറേ കർഷകർക്കും അതുപോലെ തന്നെ ഒരുപാട് വീടുകൾക്കും ഈ കിണറിൻ്റെ വെള്ളം വറ്റുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഈ ഷട്ടർ നിർമ്മിച്ചു കഴിഞ്ഞിട്ട് തടയണ നിർമ്മിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വെള്ളം സമ്പൂർണ്ണമായിട്ടും വെള്ളം നിൽക്കാനുള്ള ഒരു സംവിധാനത്തിൽ കൂടെയാണ് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പം അടിയന്തരമായിട്ട് ഞങ്ങൾ പഞ്ചായത്തിൽ പറഞ്ഞപ്പോൾ പ്രസിഡന്റ് അത് ചെയ്തു തരാമെന്നുള്ള ഏറ്റിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് ധോണിയിൽ വീണ്ടും ഒറ്റയാന്റെ വിളയാട്ടം. പ്രദേശത്ത് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ജനവാസ മേഖലയിലെ ഒറ്റയാന്റെ സാന്നിധ്യം പ്രദേശവാസികളെ ഭീതിയിലാക്കിയിട്ടുണ്ട്. ധോണി മേഖലയിൽ ഒറ്റയാൻ വീണ്ടും കടുത്ത ഭീതി വിതയ്ക്കുകയാണ്. കഴിഞ്ഞ രാത്രി ധോണി സ്വദേശിയായ രാമകൃഷ്ണന്റെ കൃഷിയിടത്തിൽ ഒറ്റയാനെത്തി. നെല്ല്, വാഴ, കവുങ്ങ് എന്നിവ ആന നശിപ്പിച്ചിട്ടുണ്ട്. മേഖലയിലെ മറ്റ് കൃഷിയിടങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാന വ്യാപക നാശം വരുത്തിയിരുന്നു. കാട്ടാനയുടെ സാന്നിധ്യം പതിവായതോടെ മേഖലയിലെ കർഷകരും പ്രദേശവാസികളും കടുത്ത ഭീതിയിലാണ്. നിരന്തരമായി ഒറ്റയാൻ ജനവാസ മേഖലയിൽ എത്തുന്നതിന്റെ ആശങ്കയിലാണ് ധോണി നിവാസികൾ. ഒറ്റയാനെ തുരത്താൻ വനം വകുപ്പ് സത്വര നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളത്തിലെ ചന്തകളിലേക്ക് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന കന്നുകാലികളെ കർണാടക തമിഴ്നാട് അതിർത്തിയിൽ ഗുണ്ടാ സംഘങ്ങൾ പിടിച്ചുവെച്ചതിനെതിരെ
കുഴൽമന്ദത്ത് കേരള കാറ്റിൽ മർച്ചന്റ്സ് അസോസിയേഷന്റെ പ്രതിഷേധം. വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്നും ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യണമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കേരളത്തിലേക്ക് 30 വണ്ടികളിലായി കടത്തുകയായിരുന്ന കന്നുകാലികളെയാണ് ഗുണ്ടാ സംഘങ്ങൾ തട്ടിയെടുത്തതെന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. ഗുണ്ടാ പിരിവ് നൽകിയില്ലെങ്കിൽ കന്നുകാലി കടത്തിന് ഗുണ്ടാനുമതി ലഭിക്കാത്ത സ്ഥിതിയാണ്. കന്നുകാലികളെ തട്ടിയെടുക്കലും തൊഴിലാളികളെ മർദ്ദിക്കലും പതിവായി കഴിഞ്ഞു. പരാതി നൽകിയാൽ പോലീസും ഗുണ്ടകൾക്കൊപ്പം ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഒരു വണ്ടിക്ക് 25,000 മുതൽ 30,000 രൂപ വരെ ഗുണ്ടാപിരിവ് നൽകേണ്ട സ്ഥിതിയാണെന്നും അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. ഇത്തരത്തിൽ പ്രതിദിനം കേരളത്തിലേക്ക് വരുന്ന ശരാശരി 30ഓളം വാഹനങ്ങളിൽ നിന്നാണ് ഗുണ്ടാ സംഘങ്ങൾ പിരിവ് നടത്തുന്നത്. ഗുണ്ടാ സംഘങ്ങളുടെ പ്രവർത്തനം തൊഴിൽ ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയുണ്ടാക്കിയിരിക്കുകയാണെന്നും കന്നുകാലി വ്യാപാരികൾ പറഞ്ഞു. ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യുക, വിഷയത്തിൽ സർക്കാർ ഇടപെടുക, പിടിച്ചുവെച്ച കന്നുകാലികളെയും വണ്ടികളെയും ജീവനക്കാരെയും കേരളത്തിൽ എത്തിക്കുക, തൊഴിൽ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KCMA കുഴൽമന്ദത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഒരു പ്രസ്ഥാനത്തിന്റെ പേരിൽ, ഒരു നിയമത്തിന്റെ പേരിൽ ഈ പാവപ്പെട്ട കച്ചവടക്കാരെ പരിപൂർണമായിട്ടും അവഗണിച്ചുകൊണ്ട് കോടാനക്കോടി രൂപയുടെ മുതൽ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഗുണ്ടാ മാഫിയ നമ്മളിൽ നിന്ന് അപഹരിച്ചുകൊണ്ടിരിക്കും. അതിന് ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ കേരള സംസ്ഥാന ഗവൺമെന്റ് മറ്റുള്ള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഈ ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിർദ്ദേശങ്ങളും തരുകയും അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ ഗുണ്ടാ പ്രതിനിധികളെ അവരെ തടങ്കലടക്കുകയും അവർക്ക് വേണ്ടുന്ന ഒത്താശകൾ കൊടുത്ത പോലീസുകാരെ ഇതിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ ഈ മേഖലയെ മറ്റുള്ള സംസ്ഥാനങ്ങളും അതുമായി കിടക്കുന്ന നമ്മുടെ കേരള സംസ്ഥാനത്തെ സംരക്ഷിക്കുക നമ്മുടെ ബാധ്യതയാണ്. സംസ്ഥാന സെക്രട്ടറി യൂസഫ് നെല്ലിക്കുറിശി, സംസ്ഥാന സമിതി അംഗം ഉമ്മർ മാസ്റ്റർ നെല്ലിക്കുറിശി, സക്കീർ ഹുസൈൻ കൊല്ലങ്കോട്, ചെറിയാപ്പു, മൻസൂർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള കർഷക സംഘം പറളി പഞ്ചായത്ത് കൺവെൻഷൻ പറളി CPM ഓഫീസിൽ സംഘടിപ്പിച്ചു. KD പ്രസേനൻ MLA ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് അവർ നിശബ്ദമായ പോരാട്ടം നടത്താതെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോരാട്ടത്തിന് അവർ ഇറങ്ങിപ്പോയി. അതിന്റെ ഭാഗമായിട്ട് ഒരു വർഷക്കാലം സമരത്തിൽ കിടക്കില്ല, നമുക്ക് ആലോചിക്കാൻ വേണ്ടി നമ്മുടെ സമരത്തിൽ വിളിച്ച് രാവിലെ പുറപ്പെടുമ്പോൾ ഉച്ചയാകുമ്പോഴേക്കും വീട്ടിലേക്ക് വരും. ഇത് പറഞ്ഞിട്ടാണ് പോകുന്നത്. കണ്ടുകൊടുക്കാൻ തീരെ തിരിച്ചു വീട്ടിലെത്തും. ഇത് പുറപ്പെടുക്കാൻ നമ്മൾ സമരത്തിലേക്ക് പോകും. KT രാമദാസ് അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് സഹദേവൻ, ഏരിയ സെക്രട്ടറി PP ശിവകുമാർ, MC ബാലൻ, ഷാജീവ്, മോഹനൻ, ഉണ്ണികൃഷ്ണൻ, വീരാൻകുട്ടി, രാധാമണി, സുമതി എന്നിവർ സംസാരിച്ചു. KC കിഷോർകുമാർ സ്വാഗതവും വാസുദേവൻ മാടമ്പത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പി നേർച്ചാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. ഫെബ്രുവരി 8, 9 തീയതികളിലാണ് ദേശോത്സവമായ പട്ടാമ്പി നേർച്ച. മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന പട്ടാമ്പി നേർച്ചാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര ആഘോഷ കമ്മിറ്റി ഓഫീസ് VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ദേശീയ ഉത്സവം അരങ്ങേറുകയാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്നു മുതൽ ആ നേർച്ചയുടെ ഒരു ആഘോഷത്തിൻ്റെ, ഒരു സന്തോഷത്തിൻ്റെ സുദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. എന്തായാലും വളരെ സന്തോഷപൂർവ്വം നേർച്ച കമ്മിറ്റിയുടെ ഓഫീസിൻ്റെ, കേന്ദ്ര കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ചതായിട്ട് ആദ്യമായിട്ട് അറിയിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പുതുവത്സരത്തിൽ പ്രത്യേകമായ ആശംസകൾ എൻ്റെ നേരുകയാണ്. ഇങ്ങനെയാണ് ഒരു അവസരം കിട്ടുക എല്ലാവരും കാണാൻ. എന്തായാലും ജാതി മത വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ സംഘടനാ വ്യത്യാസമില്ലാതെ ചടങ്ങിൽ കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി പ്രസിഡന്റും നഗരസഭാ കൗൺസിലറുമായ KR നാരായണസ്വാമി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അലി പൂവത്തിങ്കൽ സ്വാഗതം പറഞ്ഞു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA റഷീദ്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P വിജയകുമാർ, KT റുക്കിയ, കൗൺസിലർ CS സാജിദ്, K ബഷീർ, സുരേഷ്, വാഹിദ് കൽപ്പക, കുഞ്ഞിസീതി കോയ തങ്ങൾ, ജീലാനി, T ഗോപാലകൃഷ്ണൻ,
ഉമ്മർ കിഴായൂർ, ഉസ്മാൻ പുളിക്കൽ, VC സന്തോഷ്, ഗിരീഷ്, KP കമാൽ, K മധു, അഡ്വക്കേറ്റ് രാമനുണ്ണി, അഡ്വക്കേറ്റ് CS ശിവകുമാർ, KB ബിജു, മുരളീധരൻ വേളേരിമഠം, AV അബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സാംസ്കാരിക നായകന്മാരെയും എഴുത്തുകാരെയും കവികളെയും എക്കാലത്തും ഓർമ്മിപ്പിക്കപ്പെടുന്ന തരത്തിൽ സാംസ്കാരിക കേന്ദ്രങ്ങളും സ്മാരക മന്ദിരങ്ങളും നിർമ്മിക്കുന്നതിന് വിവിധങ്ങളായ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ടെന്ന് PP സുമോദ് MLA. ഇവരുടെ സംഭാവനകൾ എക്കാലത്തും സ്മരിക്കപ്പെടേണ്ടതാണെന്നും MLA ചൂണ്ടിക്കാട്ടി. പെരിങ്ങോട്ടുകുറിശി പരുത്തിപ്പുള്ളിയിൽ ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിൻ്റെ 102ാം ജന്മവാർഷിക ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PP സുമോദ്. ആഘോഷത്തിന്റെ ഭാഗമായി നാം ഒത്തുകൂടി 2 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഈ സ്മാരകം, ഇതിനിടയിൽ പ്രിയപ്പെട്ട സാംസ്കാരിക മന്ത്രിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായി. അതുകൊണ്ട് അനുസ്യൂതമായ ഒരു പ്രവർത്തനം വ്യത്യസ്ത പ്രോഗ്രാമുകളിലൂടെ സംഘടിപ്പിക്കപ്പെടുന്നു എന്നതാണ് ഈ ഒരു സ്മാരകത്തിൽ, ഈ ഒരു സ്മാരക മന്ദിരത്തിന്റെ പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. രേണു രവീന്ദ്രന്റെ പ്രാർത്ഥനാഗാനത്തോടെയാണ് ചടങ്ങ് തുടങ്ങിയത്. ചടങ്ങിൽ KP രവിശങ്കർ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ PA വാസുദേവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കാവ്യജീവിതം എന്ന വിഷയത്തിൽ പത്മദാസ് സംസാരിച്ചു. P കണ്ണൻകുട്ടിയുടെ കൗമാരപർവം എന്ന കഥാസമാഹാരത്തിന്റെ പ്രകാശനവും നടന്നു. മുൻ MLA AV ഗോപിനാഥ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. TK ശങ്കരനാരായണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കേരളകുമാരി, മുരളി ബമ്മണ്ണൂർ എന്നിവർ സംസാരിച്ചു. ശ്രീദേവി ഒളപ്പമണ്ണ കവിതാലാപനം നടത്തി. മുത്തുമ്മ ടീച്ചർ ജന്മവാർഷിക പദ്ധതി വിശദീകരിച്ചു. ഹരി ഒളപ്പമണ്ണ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം ശ്രീരാമകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം പാവക്കഥകളി അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തയ്യൽ തൊഴിലാളികൾക്ക് ESI ആനുകൂല്യം നടപ്പിലാക്കണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കുളപ്പുള്ളി യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. കുളപ്പുള്ളി സർവീസ് സഹകരണ ബാങ്ക് ഹാളിലെ C ബാലസുബ്രഹ്മണ്യൻ നഗറിൽ നടന്ന സമ്മേളനം AKTA ജില്ലാ ട്രഷറർ P ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അപേക്ഷകൾ നേരം വൈകാതെ 2 മാസത്തിനുള്ളിൽ കൊടുക്കാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാവണം. എന്നാലേ ആനുകൂല്യങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ സാന്ത്വനത്തിൽ നിന്ന് 13 ആനുകൂല്യങ്ങളാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ മെമ്പർഷിപ്പോടുകൂടി നമ്മൾ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്നും സാന്ത്വനത്തിലേക്ക് മാറ്റാൻ പറ്റുന്ന വിധത്തിലുള്ള ആൾക്കാരെയൊക്കെ സാന്ത്വനത്തിലേക്ക് മാറ്റി. ചടങ്ങിൽ AKTA യൂണിറ്റ് കമ്മിറ്റി അംഗം ജലീൽ അധ്യക്ഷത വഹിച്ചു. KM രജിത സ്വാഗതം പറഞ്ഞു. നേരത്തെ മുതിർന്ന അംഗം ലീല ടീച്ചർ പതാക ഉയർത്തി. ഉദ്ഘാടന സമ്മേളനത്തിൽ മുതിർന്ന അംഗം ലീല ടീച്ചറെ P ഉണ്ണികൃഷ്ണൻ ആദരിച്ചു. യൂണിറ്റ് സെക്രട്ടറി M പ്രചോദ് പ്രവർത്തന റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി P ശ്രീധരൻ സംഘടനാ റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ ദീപ വരവ് ചെലവ് കണക്കും യൂണിറ്റ് കമ്മിറ്റി അംഗം ഗീതാകുമാരി പ്രമേയവും അവതരിപ്പിച്ചു. ഷൊർണൂർ യൂണിറ്റ് സെക്രട്ടറി T വിലാസിനി ആശംസകൾ അർപ്പിച്ചു. തയ്യൽ തൊഴിലാളികൾക്ക് ESI ആനുകൂല്യം നടപ്പിലാക്കണമെന്നും പെൻഷൻ തുക 1600 രൂപയിൽ നിന്ന് 5000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും തടഞ്ഞുവെച്ച പ്രസവാനുകൂല്യം എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ 2024-2025 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ജനറൽ വിഭാഗത്തിന് മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തത്. 3 ലക്ഷം രൂപ ചെലവിൽ 500 പേർക്ക് 45 മുതൽ 60 ദിവസം വരെ പ്രായമായ 5 വീതം കോഴിക്കുഞ്ഞുങ്ങളെയാണ് നൽകുന്നത്. 5 കോഴിക്കുഞ്ഞുങ്ങളടങ്ങിയ ഒരു യൂണിറ്റിന് 600 രൂപയാണ് ചിലവ് വരുന്നത്. 100% സബ്സിഡിയായാണ് വിതരണം. 324 പേർക്കാണ് ആദ്യഘട്ടത്തിൽ കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തത്. ശേഷിച്ച 176 ഗുണഭോക്താക്കൾക്ക് 10 ദിവസത്തിനുള്ളിൽ കോഴിക്കുഞ്ഞുങ്ങളെ നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ നിർവഹിച്ചു. നിർവഹണ ഉദ്യോഗസ്ഥ ബോബിത സ്റ്റാൻലി സ്വാഗതം പറഞ്ഞു. 4 മേഖലകളിലായി നടന്ന വിതരണത്തിന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ശശികുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P മുഹമ്മദ് കാസിം, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MM ബിന്ദു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
വെട്ടിക്കാട്ടിരി സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ മഖാമിൽ ആണ്ടുനേർച്ചയും ദുആ സമ്മേളനവും നടന്നു. പൂക്കോയ തങ്ങൾ തോന്നൂർക്കര കഴിഞ്ഞ ദിവസം കൊടിയേറ്റം നിർവഹിച്ചു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇന്നും നാളെയും അതിഗംഭീരമായ പരിപാടിയാണ്. വർഷങ്ങളോളം നിലനിന്നിരുന്ന ഒരു 55 വർഷങ്ങൾക്ക് മുമ്പ് വെട്ടിക്കാട്ടിരി മഹല്ലിൽ ഓതുന്ന സമയത്ത് പോലും ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. സിയാറത്തിന് ഒരുപാട് ആൾക്കാർ വരുന്നതും അത് പിന്നീട് വിപുലമായ രീതിയിൽ ജനങ്ങളുടെ ആവശ്യപ്രകാരം വലിയൊരു മക്കാമായി അംഗീകരിക്കുകയും അതിനൊന്ന് പുരോഗമനത്തിന്റെ പാതയിലേക്ക് എത്തുകയും ചെയ്തു. ചടങ്ങിൽ മുതിർന്ന മദ്രസ അധ്യാപകരെ ആദരിച്ചു. ഇനിയുള്ള ദിവസങ്ങൾ ദിക്കറുകളുടെയും പ്രാർത്ഥനകളുടെയും ദിനങ്ങളാണ്. ചടങ്ങിൽ KR മുഹമ്മദ് അൻവരി ശ്രീപുഷ്കരം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മുതിർന്ന മദ്രസ അധ്യാപകരും പള്ളി പരിപാലകരുമായ അബ്ബാസ്, അബൂബക്കർ, മുഹമ്മദ്, അബ്ദുൾ റഹ്മാൻ എന്നീ മുസ്ലിയാക്കന്മാരെ ഇസ്മായിൽ ഉണ്ണിക്കോയ തങ്ങൾ ആദരിച്ചു. നജ്മുദ്ദീൻ തങ്ങൾ തോന്നൂർക്കര, മുഹമ്മദ് സാദിഖ് തങ്ങൾ വെട്ടിക്കാട്ടിരി, സ്വാഗത സംഘം ചെയർമാൻ KS മുഹമ്മദ് അലി ആജി, മറ്റു ഭാരവാഹികളായ KP നിഷാദ്, PM ആദം എന്നിവർ പങ്കെടുത്തു. വൈകിട്ട് 4 മണിക്ക് ശ്രീ പുഷ്കരത്തുള്ള കുഞ്ഞിത്തങ്ങൾ മഖാമിൽ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് വൈകിട്ട് 7 മണിക്ക് അജ്മീർ മൗലീദ് പാരായണവും നടന്നു. ശനിയാഴ്ചയാണ് മഹാ അന്നദാനം നടക്കുന്നത്. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ആത്മീയ സമ്മേളനം വെട്ടിക്കാട്ടിരി കേന്ദ്ര ജമാഅത്ത് പള്ളി ഖത്തീബ് അലി ഹസ്നി ഉദ്ഘാടനം ചെയ്യും. മുഹമ്മദ് സാദിഖ് തങ്ങൾ വെട്ടിക്കാട്ടിരി അധ്യക്ഷത വഹിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന മദ്രസ സർഗമേള പർളി മുജാഹിദീൻ അറബിക് കോളേജ് ക്യാമ്പസിൽ തുടങ്ങി. ജില്ലാതല സർഗമേളയിൽ 1ാം സ്ഥാനക്കാരായ 1000-ഓളം പ്രതിഭകൾ 14 സ്റ്റേജുകളിലായി നടക്കുന്ന മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. മേലെ വെട്ടിക്കാട്ടിരി വലിയുല്ലാഹി സയ്യിദ് അബ്ദുൾ റഹ്മാൻ തങ്ങൾ ആണ്ടുനേർച്ചയുടെയും ദുആ സമ്മേളനത്തിൻ്റെയും ഭാഗമായി മഹാ അന്നദാനം നടന്നു. സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. എടത്തറ ഗവൺമെന്റ് UP സ്കൂളിൽ പൂർവ്വ അധ്യാപക സംഗമം സംഘടിപ്പിച്ചു. സ്മൃതി ഉത്സവ് 2025 എന്ന പേരിൽ എടത്തറ ഗവൺമെന്റ് സ്കൂളിൽ സേവനമനുഷ്ഠിച്ച 75 വയസ്സ് കഴിഞ്ഞ അധ്യാപകരുടെ സംഗമമാണ് നടന്നത്. സ്കൂൾ പ്രധാനാധ്യാപിക ഗീത ടീച്ചർ അധ്യക്ഷത വഹിച്ചു. K. വേണുഗോപാലൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. മുൻ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. അമ്പലപ്പാറ കടമ്പൂർ പനയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പാട്ടുതാലപ്പൊലി മഹോത്സവം 21-ന് വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. ഉത്സവത്തിന് ജനുവരി 14-ന് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 7:30-ന് ക്ഷേത്രം തന്ത്രി അണ്ടലാടി മനക്കൽ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ഉത്സവത്തിന് കൊടിയേറുക. തുടർന്ന് മേളാരങ്ങേറ്റവും വൈകിട്ട് 8:15-ന് തിരുവാതിരക്കളിയും നടക്കും. 15-ന് വൈകിട്ട് 7:30-ന് സ്റ്റാർ സിംഗർ ഫെയിം ഭവിൻ വിനോദിന്റെ നേതൃത്വത്തിൽ ഭക്തിഗാനാർച്ചന. 16-ന് വൈകിട്ട് 7:30-ന് പൂക്കോട്ടുകാവ് അനശ്വര നൃത്തവിദ്യാലയത്തിന്റെ നൃത്തനൃത്യങ്ങൾ. 17-ന് വൈകുന്നേരം 7:30-ക്ക് കല്ലൂർ ഉണ്ണികൃഷ്ണൻ, മട്ടന്നൂർ ശ്രീരാജ് എന്നിവരുടെ ഡബിൾ തായമ്പക. 18-ന് വൈകിട്ട് കാഞ്ഞിരപ്പുഴ നാട്യമയൂരി നൃത്തകലാക്ഷേത്രത്തിന്റെ നൃത്തനൃത്യങ്ങൾ. 19-ന് വൈകുന്നേരം 6 മണിക്ക് മെഗാ കൈകൊട്ടിക്കളി. 7:30-ന് കഥകളി. 20-ന് വൈകിട്ട് 7-ന് പിന്നണി ഗായക റിമി ടോമി നയിക്കുന്ന മ്യൂസിക്കൽ ഷോ എന്നിവയുണ്ടാകും. പാട്ടുതാലപ്പൊലി മഹോത്സവ ദിനമായ 21-ന് രാവിലെ 8-ന് അഷ്ടപതി, പകൽ 2:30-ന് തായമ്പക, 4-ന് വേലയിറക്കം എന്നിവ നടക്കും. രാത്രി 8-ന് തിരുവനന്തപുരം വിശ്വഭാവനയുടെ ബാലെ അഗ്നിവരാഹി അരങ്ങിലെത്തും. പനയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ അന്നദാന മണ്ഡപവും നടപ്പന്തലും ഞായറാഴ്ച രാവിലെ 10 മണിക്ക് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 14-ാം തീയതി വൈകുന്നേരം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടി മനക്കൽ ഉണ്ണി നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടത്തുന്നതോടുകൂടി ആഘോഷ പരിപാടികൾക്ക് തുടക്കമാവുകയാണ്. പിന്നീടുള്ള 8 ദിവസങ്ങളിൽ വിവിധങ്ങളായ പരിപാടികൾ ഓരോ ദിവസവും വരികയാണ്. 21-ാം തീയതി 4 മണി വരെ വിവിധ ദേശങ്ങളിൽ നിന്ന്, അതായത് 9 ദേശങ്ങളിൽ നിന്നുള്ള വേലകൾ ക്ഷേത്രത്തിലെത്തി ഭഗവതിയെ വണങ്ങുകയും തുടർന്ന് ബാലെ പരിപാടി അവതരിപ്പിക്കുകയും ചെയ്യുന്നു. വിവിധങ്ങളായ പരിപാടികൾ എടുത്തു പറയേണ്ട ഒരു പരിപാടി എന്ന് പറയുന്നത് 20-ാം തീയതി തിങ്കളാഴ്ച നടക്കുന്ന റിമി ടോമിയുടെ നേതൃത്വത്തിലുള്ള ഗാനമേള, അതിൻ്റെ പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ ദേവീക്ഷേത്രം വടക്കോട്ട് ദർശനമുള്ള ഉഗ്രരൂപത്തിലുള്ള ഭാവത്തിലുള്ള ഒരു പ്രതിഷ്ഠയാണുള്ളത്.
ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പി ഹരിദാസ്, ബോർഡ് അംഗം CP രാജകുമാരൻ, ജനകീയ കമ്മിറ്റി സെക്രട്ടറി KP സ്വാമിനാഥൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിൽ വിശുദ്ധ കന്യാമറിയത്തിന്റെ ഓർമ്മ പെരുന്നാളും ആദ്യഫല ശേഖരണവും ദേവാലയം സ്ഥാപിതമായതിന്റെ 80ാം വാർഷിക ജൂബിലിയും ജനുവരി 12 മുതൽ 19 വരെയുള്ള തീയതികളിൽ നടക്കും. ഞായറാഴ്ച രാവിലെ 7:30 പ്രഭാത നമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 10 മണിക്ക് കൊടിയേറ്റത്തോടെ പെരുന്നാൾ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. ആഘോഷത്തിൽ ഗീവർഗീസ് മാർ പാക്കോമിയോസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. സ്പോർട്സ്. ഓൾ കേരള പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ ജില്ലാതല കായികമേള പറളി ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് സംഘടിപ്പിച്ചു. ഷൊർണൂർ DYSP R മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സബ് ജൂനിയർ, UP കിഡീസ്, LP കിഡീസ്, LP മിനി തുടങ്ങി 4 വിഭാഗങ്ങളിലെ ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം 800-ലധികം വിദ്യാർത്ഥികളാണ് കായികമേളയിൽ മാറ്റുരച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ ജനറൽ കൺവീനർ ജയപ്രകാശ് കുഴൽമന്നം അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് MV കൃഷ്ണൻകുട്ടി, ജില്ലാ ട്രഷറർ A രവീന്ദ്രൻ, ബാലൻ, വിശ്വഭാരത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. കമ്പ്യൂട്ടർവൽക്കരണത്തെ ആദ്യഘട്ടത്തിൽ ചിലർ എതിർത്തതിന്റെ കെടുതി കേരളം ഇന്നും അനുഭവിക്കുകയാണെന്ന് VK ശ്രീകണ്ഠൻ MP. സമരത്തിനായുള്ള സമരങ്ങൾ നാടിനെ പിറകോട്ടടിച്ചു. പാലക്കാട്ട് ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ ശില്പശാല. കുട്ടിക്കാലത്ത് ബസ് ക്ലീനറാകാൻ കൊതിച്ച താൻ പാലക്കാട്ടെത്തിയതോടെ കർഷകനാകാനുള്ള പുതിയ മോഹം സഫലീകരിക്കാനുള്ള പരിശ്രമത്തിലെന്ന് പാലക്കാട്ട് കർഷക ആദര ചടങ്ങിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ചരിത്രത്തെ തിരസ്കരിക്കുന്നവർ നാട് ഭരിക്കുന്ന കാലത്ത് വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം സജീവമെന്ന് CPM നേതാവ് MV ജയരാജൻ. KSTA പാലക്കാട് ജില്ലാ സമ്മേളനം കൂറ്റനാട് വാവന്നൂരിൽ. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവ മത്സര ഫലങ്ങളിൽ നടന്ന അട്ടിമറിക്ക് പിന്നിൽ UDF എന്നാരോപിച്ച് CPM രംഗത്ത്. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് CPM നേതാക്കൾ. ദേശീയ അധ്യാപക പരിഷത്ത് 46ാമത് പാലക്കാട് ജില്ലാ സമ്മേളനം പട്ടാമ്പിയിൽ നടന്നു. കേരളത്തിലെ ചന്തകളിലേക്ക് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കന്നുകാലികളെ തമിഴ്നാട് കർണാടക അതിർത്തിയിൽ ഗുണ്ടാ സംഘങ്ങൾ പിടിച്ചുവെക്കുന്നത് തടയാൻ നടപടി വേണമെന്ന് കേരള കാറ്റിൽ മർച്ചന്റ്സ് അസോസിയേഷൻ. കന്നുകാലികളെ വിട്ടുകിട്ടാൻ ഗുണ്ടകൾക്ക് വൻ തുക നൽകേണ്ട അവസ്ഥ. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നും ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് കുഴൽമന്ദത്ത് കന്നുകാലി വ്യാപാരികളുടെ പ്രതിഷേധം. ഷൊർണൂർ നഗരസഭയിലെ കുളപ്പുള്ളി മേഖലയിൽ മഞ്ഞപ്പിത്തം ഉൾപ്പെടെ പകർച്ചവ്യാധികൾ പടരുമ്പോഴും അധികൃതർ കാര്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് പരാതി. അധികാരികളുടെ നിസ്സംഗത കുറ്റകരമെന്ന് BJP. മഞ്ഞപ്പിത്തം ബാധിച്ച് വിദ്യാർത്ഥിനി മരിച്ചിട്ടുപോലും കാര്യമായ ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് BJP നേതാക്കൾ. തൃശൂർ പുന്നയൂർക്കുളം ചെമ്മന്നൂരിലെ ക്ഷേത്രത്തിൽ മോഷണം. 5 ഭണ്ഡാരങ്ങൾ തകർത്ത പണം കവർന്നു. പാലിയേക്കര ടോൾ പ്ലാസയിൽ ഫാസ്ടാഗിൽ പണമില്ലാത്തതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ജീവനക്കാരന് മർദ്ദനം. ഇടവേളയ്ക്ക് ശേഷം ചെറുതുരുത്തിയിൽ പോലീസിന്റെ മണൽവേട്ട. മണൽ കയറ്റിയ ലോറിയും ഒരു ബൈക്കും പിടിച്ചെടുത്തു. ഷൊർണൂരിൽ കാർ കവർച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കേസിൽ പിടിയിലായവരുടെ എണ്ണം 4. മങ്കര കണ്ണങ്കടവ് തടയണയ്ക്ക് ഇനിയും ഷട്ടർ സ്ഥാപിച്ചില്ല. പുഴവെള്ളം പാഴാകുന്നത് പ്രദേശത്ത് ആശങ്ക പരത്തുന്നു. ഷട്ടർ സ്ഥാപിക്കാൻ ഫണ്ടില്ലെന്ന് ഇറിഗേഷൻ വകുപ്പ്. ജലം പാഴാകുന്നത് തടയാൻ നടപടിയുണ്ടായില്ലെങ്കിൽ മേഖലയിൽ വരൾച്ചാ പ്രതിസന്ധി രൂക്ഷമാകുമെന്ന് കർഷകർ. പട്ടാമ്പി കിഴായൂരിൽ ബാങ്കിന്റെ ജപ്തി നടപടിക്കിടെ വീട്ടമ്മ തീകൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. ഷൊർണൂർ സഹകരണ അർബൻ ബാങ്ക് പട്ടാമ്പി ശാഖയിലേക്ക് കോൺഗ്രസ് മാറും. വീട്ടമ്മയുടെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി വേണമെന്ന് കോൺഗ്രസ് നേതാക്കൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.